ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് പിന്നെ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്രവാസമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ചെറിയ ഇടവേളകളിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടാവുന്നല്ലാതെ ആദ്യം മുതലേ ഞാനിവിടെ തന്നെയാണ്. മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കുറേ ഒരു ദുരൂഹമായിട്ടുള്ള രീതിയിലുള്ളതും നമ്മളെങ്ങനെ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാന്തക്കല്ല് പോലെ ഉള്ള ഒരു സ്ഥലമായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. സ്ഥലങ്ങളില്ലാതെ മനുഷ്യർ ചെറുതായിക്കൊണ്ടിരിക്കും. അതേപോലെ മനസ്സും ചെറുതാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ പ്രതിപക്ഷത്താണ് നമ്മൾ ഇരിക്കേണ്ടത്. ഗാന്ധിജി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പുതിയ പദ്ധതിയെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനും പീഡിതനും അവശനമായിട്ടുള്ള ഒരാളെ ഓർമ്മിക്കുക. എന്നിട്ട് ഇത് അയാൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്ന് ചിന്തിക്കുക. അതാണ് എൻ്റെ ഇടതുപക്ഷ വീക്ഷണം. ഈ നാടുമായിട്ട് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും നാടുമായിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ ബന്ധമുണ്ടാവും. പക്ഷെ ഒരു കവിക്ക് ആ ബന്ധം കുറേ കൂടി സെൻസിറ്റീവായിരിക്കും, കുറേ കൂടി ആഴത്തിലുള്ളതായിരിക്കും. ആ ബന്ധത്തെക്കുറിച്ച്, ഓർമ്മകളെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് പിന്നെ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്രവാസമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ചെറിയ ഇടവേളകളിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടാവുന്നല്ലാതെ ആദ്യം മുതലേ ഞാനിവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. പ്രത്യേകിച്ചൊരു വേറൊരു സ്ഥലത്തെക്കുറിച്ച് ഓർമ്മിച്ച് പറയുന്ന പോലെ പറയാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ ജീവിച്ചു വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ ഇവിടുത്തെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഈ എഴുത്തിലേതെങ്കിലും രീതിയിലൊക്കെ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇതൊരു ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് ചെറുപ്പത്തിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ശരിക്കും ഒരു ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാടും വളരെയധികം മാറി. അന്ന് കൃഷിയൊക്കെ ഉള്ള, പാടങ്ങളൊക്കെ ഉള്ള, ഈ കവുങ്ങ് പോലെയൊക്കെയുള്ള സംഗതികളൊക്കെ വളരെയധികം അതായിരുന്നു അധികം അവിടെ ഉണ്ടായിരുന്നത്. കവുങ്ങ് കൃഷിയൊക്കെ, അടക്ക കൃഷിയായിരുന്നു. പിന്നെ പാടങ്ങളുണ്ടായിരുന്നു, ആ ഉത്സവങ്ങൾ, അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും. വളരെ സാമുദായിക സൗഹാർദ്ദമുള്ളൊരു സ്ഥലമാണ്. കാരണം അങ്ങനെ ഒരു ഫീലിംഗേ നമുക്ക് ഉണ്ടായിട്ടില്ല ചെറുപ്പത്തിലൊന്നും. എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇവിടുത്തെ ഉത്സവപൂരം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അങ്ങനെ ജനങ്ങളായിട്ട് അങ്ങനെ നല്ലൊരു രീതിയിലാണ് ചെറുപ്പകാലത്തുണ്ടായിരുന്നത്. പിന്നെ ജോലിയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും പോകേണ്ടൊക്കെ വന്നപ്പോൾ സ്ഥിരമായിട്ട് നാട്ടിലെ ഒരു ഇതൊക്കെ നിന്നുപോയി മാത്രമേ. നമ്മളിപ്പോൾ ഇടയ്ക്ക് പറയേണ്ടി വരുന്നു സാമുദായിക സൗഹാർദ്ദം എന്ന് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു അപകട സൂചനയാണ്. പക്ഷെ അങ്ങനെ രീതിയിലുള്ള അപകടകരമായൊരു മാറ്റം ഇവിടെ സംഭവിച്ചെന്ന് തോന്നുന്നുണ്ടോ? കുറേശ്ശെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പണ്ടൊന്നും പിന്നെ ഞാൻ പറഞ്ഞില്ല, തീരെ ബോധേടല്ലാത്ത വിഷയങ്ങളായിരുന്നു അതൊക്കെ. നിങ്ങളെന്ത് ജാതിക്കാരനാണ്, നിങ്ങളെന്ത് മതക്കാരനാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അങ്ങനെയല്ല. പ്രത്യേകിച്ചും എനിക്കൊക്കെ വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. നമുക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്, ഈ ജാതി മത വർഗീയ വിഷയങ്ങൾ. അതുകൊണ്ട് തുടരെ പറയേണ്ടതായിട്ടും വരും നമുക്ക്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഒരു അത്ഭുതമൊക്കെ ആയിട്ട് തോന്നിയെന്ന് വരും. കാരണം പണ്ടത്തെ നമ്മുടെ ജീവിതം പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വരും. പണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പ് മമ്മൂട്ടി പറഞ്ഞിരുന്നല്ലോ, പണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടൻ പറഞ്ഞൊരു കുറേ പ്രശസ്തമായിട്ടുണ്ടായിരുന്നു. അത് പണ്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ നിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളമായിട്ടത് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ അല്ല, അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട്. ഈ കലശമല ഇത്രയും ഓർഗനൈസ്ഡ് അല്ലാത്ത ഈ സമയത്ത് ഇവിടെ വരികയും കളിക്കുകയൊക്കെ ചെയ്തിട്ടില്ല. അത് ആ ഓർമ്മ ഇപ്പോഴും ഉണ്ടോ? ഇത് ചെറുപ്പത്തിലെ പണ്ട് മുതലേ ഒരു കുറേ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കുറേ ഒരു ദുരൂഹമായിട്ടുള്ള രീതിയിലുള്ളതും നമ്മളെങ്ങനെ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാന്തക്കല്ല് പോലെ ഉള്ള ഒരു സ്ഥലമായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. വല്ലപ്പോഴൊക്കെ ഇവിടെ വരാൻ പറ്റുള്ളൂ. രാത്രിയൊന്നും എനിക്ക് പലപ്പോഴും വിചാരിക്കാം, ഒരു രാത്രി ഇവിടെ ആ നെരിമടയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പലപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അന്ന് പിന്നെ മനുഷ്യരൊന്നും അധികം ഇല്ല ഇവിടെ, അല്ല ആളുകളൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരുപാട് പ്രാവശ്യം കാരണം ഞങ്ങൾക്ക് വരാവുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്.
ഏറ്റവും അടുത്ത് വരാവുന്ന ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം, കളിക്കാവുന്ന ഒരു സ്ഥലം എന്നുള്ളത് ഇതായതുകൊണ്ട് ഇവിടെ ഒരുപാട് തവണ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വരാറുണ്ട്, ഇരിക്കാറുണ്ട്. അന്നും കലശമല തന്നെയാണോ? കലശമല, കല്ലഴിക്കുന്ന് എന്നൊക്കെ പറയും, പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ കുറെ കുളവട്ടി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അല്ല, അത് കുളവട്ടി മരങ്ങൾ നട്ടുപിടിപ്പിച്ചതല്ല, അതിൻ്റെ അപ്പുറത്തൊരു ചോലയുണ്ട്, ഉണ്ടായിരുന്നു. ഇപ്പോൾ ചോല പറ്റി. ഒരു അമ്പലമുണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയൊരു കാട് പോലെ ഉണ്ട്. അതിനകത്ത് ഈ കുളവട്ടി മരങ്ങളാണുള്ളത്. ഈ കുളവട്ടി മരങ്ങൾ ഇന്നിപ്പോൾ ലോകത്ത് തന്നെ ഉള്ള അപൂർവ സ്ഥലങ്ങളിലൊന്നാണ്. ഇപ്പോൾ അത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. ആ ചോല ഉണ്ടായിരുന്ന ചോല ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ സർക്കാർ എന്തൊക്കെയോ സംരക്ഷിക്കാനുള്ള പദ്ധതിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്ര വേണ്ട രീതിയിലുള്ള സംരക്ഷണം കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്ത് റഫീഖയുടെ തന്നെ സുഹൃത്തുക്കളും അയൽക്കാരുമായിട്ടുള്ള കുറേ പേര് ഇപ്പോഴും വളരെ എഴുത്തിലും മാത്രമല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലൊക്കെ വളരെ അടുപ്പമുള്ളവരായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കവി പാട്ടെഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ഹരിനാരായണൻ്റെ അടുത്ത് പോകാറുണ്ട്. തൊട്ടപ്പുറത്ത് ശ്രീരാമേട്ടൻ, VK ശ്രീരാമനൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇപ്പോൾ ഹരിനാരായണൻ്റെ അടുത്ത് പോകുമ്പോൾ ഏത് സംസാരിച്ചാലും അവസാനം റഫീഖയിൽ വന്ന് നിൽക്കും. അങ്ങനെ അദ്ദേഹം റഫീഖയുടെ പാട്ട് അല്ലെങ്കിൽ റഫീഖയുടെ കവിത എന്ന് പറയും. ശ്രീരാമേട്ടനെ കുറിച്ചും പറയും. അവരും തിരിച്ചും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീരാമേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞ് അവസാനം റഫീഖ് അഹമ്മദിൻ്റെ കവിതകളും പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതിൽ വന്നു. നിങ്ങൾ 3 പേരും തമ്മിലുള്ള ഒരു ബന്ധം, സൗഹൃദം, അത് വ്യക്തിപരമാണോ എഴുത്തിൻ്റെ തലത്തിൽ എങ്ങനെയാണ് ഉള്ളത്? ഹരി എന്ന് പറഞ്ഞാൽ ഹരി ഞങ്ങളുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ആയിട്ട് തന്നെ എനിക്ക് ഇവിടെ പല ആളുകളുടെ ഇവിടെ അടുപ്പം ഉണ്ട്. എനിക്ക് കുറച്ചപ്പുറത്താണ്, ഒരു കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ വീട്. അപ്പോൾ അയാളുടെ ഹരി താരതമ്യേന ജൂനിയർ ആയിട്ട് ഒരാളായതുകൊണ്ട് പിന്നെ അടുത്ത കാലത്താണ് ഹരിയൊക്കെ നമുക്ക് അങ്ങനെ സജീവമായിട്ട്. അയാളുടെ അമ്മാവന്മാർ, ഇളയച്ചന്മാർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരായിട്ട് എനിക്ക് നല്ല അടുപ്പാണ്. ഒരു കാലത്ത് ഞങ്ങൾ വളരെയധികം സഹകരിച്ച് പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു അനിയനെ പോലെ ഉള്ള ഒരാളാണ് ഹരി എന്ന് പറഞ്ഞാൽ. ശ്രീരാമേട്ടൻ എന്ന് പറയുമ്പോൾ ശ്രീരാമേട്ടൻ 96-ലൊക്കെയാണ് ഞാൻ പുള്ളിനെ പരിചയപ്പെടുന്നത്. അത് അത്ര അടുത്തല്ല, ഇവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ അകലെയാണ് വീട്ടുള്ളത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എന്നെ അന്വേഷിച്ച് വരിക ചെയ്തത്. ഒരു കവിത വായിച്ചിട്ട്, സഹയാത്രികൻ എന്ന് പറയുന്നൊരു കവിത അന്നൊരു അടയാളം മാസികയിൽ വന്നിരുന്നു, ചെറിയ ഒരു മാസികയാണത്. അപ്പോൾ അത് വായിച്ചിട്ട് എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരിക ചെയ്തത്. അന്ന് തുടങ്ങിയിട്ടുള്ളൊരു ബന്ധമാണത്. അത് പിന്നെ എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സുഹൃത്താണോ സഹോദരനാണോ അല്ലെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. ആ തരത്തിലുള്ളൊരു വളരെ ആഴത്തിലുള്ളൊരു ബന്ധമാണ് ശ്രീരാമേട്ടനായിട്ടുള്ളത്. ഇന്ന് തുറന്നു അദ്ദേഹം പറഞ്ഞിട്ടാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ കവിതകളൊക്കെ എഴുതിയിരുന്നെങ്കിലും പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമായിട്ട് വരിക എന്നൊക്കെ പറയും. ഇന്നിപ്പോൾ എല്ലാവരും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിവരെ പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാലത്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനെ പറ്റിയൊന്നും അത്ര സീരിയസ് ആയിട്ട് ആലോചിച്ചിരുന്നില്ല ഞാൻ. മാത്രമല്ല അതൊക്കെ സാധിക്കുന്ന കാര്യമാണോ എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റിയൊന്നും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ശ്രീരാമേട്ടൻ്റെ നിർബന്ധം കൊണ്ടാണ് പുസ്തകം വരുന്നത്. അദ്ദേഹമാണ് അതിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തത്, ഓടി നടന്നതും. ഇത്രയും പ്രസാധകരൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ അത് പിന്നെ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ശ്രീരാമേട്ടൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണത്. ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല. അതിന് പുരസ്കാരവും കിട്ടി. അതെ, ഞാൻ അതിൽ കൂടെ അങ്ങനെ നിന്നുപോയി മാത്രമേ ഉള്ളൂ. സാഹിത്യ അക്കാദമി പുരസ്കാരമായിട്ട് വേറെ പുസ്തകത്തിനാണ്. ഇതിന് വേറെ ചില അവാർഡുകളൊക്കെ കിട്ടിയിരുന്നു. കനകശ്രീ അവാർഡ് ഇതിന് കിട്ടി, പിന്നെ വൈലോപ്പള്ളി അവാർഡ് അതിന് കിട്ടി. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷവും സുഖവും തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കെട്ടിടങ്ങളൊന്നും ഇല്ലാതെ ഒരു തുറന്ന സ്ഥലം, കുറച്ച് മരങ്ങളുണ്ട്, കുറേ പാറകളുണ്ട്. നമ്മുടെ സമൂഹത്തിന് ചില തുറന്ന സ്ഥലങ്ങൾ വേണം എന്ന് തോന്നിയിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് ഈ സ്ഥലം തോന്നുന്നു. ഈ കലശമലയും അതിനടുത്ത നരിമടയൊക്കെ. എങ്ങനെയാണ് അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ കുറച്ച് സ്ഥലം വെറുതെ കിടക്കുക എന്ന് പറയുന്നത് വലിയൊരു അപകടമായിട്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അവിടെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, മുറ്റം ഇങ്ങനെ കിടമ്പോഴേ എന്തെങ്കിലും ഇങ്ങനെ മുറ്റം ഇങ്ങനെ തട്ടിയിരുന്ന് ടൈൽസ് ഇട്ടൂടെ എന്ന് പറഞ്ഞ പോലെ അത് അങ്ങനെ ഒരു ധാരണ ആളുകൾക്ക്. ഇപ്പോൾ ഈ തേക്കിങ്ങാട് മൈതാനമൊക്കെ അതിൻ്റെ ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ പണ്ട് ഒരുപാട് അവിടെ ഇരിക്കാറുള്ളതാണ്. ഒരു സിനിമ പോലെ അവിടെ നിന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ TD ദാസൻ 6th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് ആലോചിച്ചതും സംസാരിച്ചതൊക്കെ. പലപ്പോഴും ജോലിക്കൊക്കെ പോയ സമയത്തൊക്കെ തെക്കങ്കാട് മൈതാനം ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ വേണം. ഇതൊക്കെ തന്നെ ഈ കുടുസായിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥലങ്ങളില്ലാതെ മനുഷ്യർ ചെറുതായിക്കൊണ്ടിരിക്കും. അതേപോലെ മനസ്സും ചെറുതാവുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരിക്കലും ആകാശം ചെറുതാവുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അത് ഇതാണ് ഉദ്ദേശിച്ചത്. ഒരുപാട് കെട്ടിടങ്ങളകത്ത് നമ്മുടെ കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അവിടെ നിന്നും ആകാശം ശരിക്കും ചിലപ്പോൾ കാണാൻ പറ്റുന്ന വരില്ല. ഇത് ഒരു
എന്താ പറയുക, ഒരു പ്രതീകാത്മകമായിട്ട് പറഞ്ഞ കാര്യമാണ്. അത് നമ്മുടെ മനസ്സിനെയും ചുരുക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അത് സോഷ്യൽ മീഡിയയിൽ എന്താ ഉദ്ദേശിച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യുകയും പിന്നെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായിട്ട് മാറുകയും ചെയ്തു. അത് കേരളത്തിനെ അപമാനിക്കുന്ന ഒരു സംഗതിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലേ ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലങ്ങൾ വേണം, വെറുതെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ വേണം. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള വേറെ പക്ഷിമൃഗാദികളൊക്കെ ഉണ്ട്, അവർക്കും ഒരു സ്ഥലം വേണം. അപ്പോൾ ഞങ്ങളെന്താ വെച്ചാൽ ഒരു കുറേ മുമ്പ് ഒരു 10-15 വർഷം മുമ്പ് ഇവിടെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചവർ, ഒരു തറവാട്, പഴയ നായർ തറവാട്ടിൽപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് അത് ഇതായി പോകുന്നില്ല, ആരും വാങ്ങുന്നില്ല. കാരണം തൊട്ടടുത്തൊരു കാവുള്ളത് കൊണ്ട് ആൾക്കാർക്ക് എന്തൊക്കെ പേടിയാണ്, അതുകൊണ്ട് വാങ്ങുന്നില്ല. അപ്പോൾ അതിൽ ഈ മണ്ണ് മാന്തി കൊണ്ടുപോകുന്ന മണ്ണ് മാഫിയ എന്ന് പറയുമല്ലോ, അവരിടപെട്ടിട്ട് അവർ ഞങ്ങളെടുത്തോളാം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വിവരം കിട്ടി. അപ്പോൾ അന്ന് പിന്നെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, ഒരു പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സജീവമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ അത് ഒരു 10-25 പേര് കൂടിയിട്ട് അത് വാങ്ങി. അതിൽ അഡ്വക്കേറ്റ് പൗരൻ, സാറ ടീച്ചറൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ, പിന്നെ സാറ ജോസഫ്, അങ്ങനെയുള്ള കുറേ ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളുണ്ട്. പിന്നെ ഞങ്ങൾ സാധാരണ ആളുകൾ, ഈ നാട്ടിലെ ആളുകളൊക്കെ കൂടി ചെറിയ പൈസ പിരിച്ചെടുത്തിട്ട് ഈ സ്ഥലം വാങ്ങിയിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതായത് അതങ്ങനെ കിടക്കട്ടെ, ഈ പറഞ്ഞ പോലെ ഈ പൊന്മയ്ക്ക് വന്നിരിക്കാനും ചെമ്പോത്തിന് മുട്ടയിടാനും കീരിക്ക് ഒന്ന് വിളിച്ചിരിക്കാനൊക്കെ ഒരു സ്ഥലം വേണ്ടേ, അവർക്കും സ്ഥലം വേണമല്ലോ. അങ്ങനെ അവരെടുത്തോട്ടെ, അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ അതങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു കാട് പോലെ അതിങ്ങനെ ആയിക്കാണും. എത്ര ഏരിയ ഉണ്ടാവും അത്? അതൊരു 10-25 സെൻറ്റൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ എപ്പോഴും പോയി നോക്കാറൊന്നുമില്ല, കാരണം ഈ ആളുകളൊക്കെ തന്നെ പിന്നെ പല ഭാഗത്തേക്ക് പിരിഞ്ഞു പോയി. ഇപ്പോൾ അങ്ങനത്തെ കൂട്ടായ്മ ഇല്ല. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോയി നോക്കും. അതിപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആ തരത്തിൽ അത് വലിയൊരു കൺസെപ്റ്റാണ്. ബഷീർ ഭൂമിയുടെ അവകാശികളെ കുറിച്ച് പറഞ്ഞതുപോലെ നിങ്ങളത് വാങ്ങിയിട്ട് അവർക്ക് വിട്ടുകൊടുത്തതാണ്. അങ്ങനെ വേണം. ഈ മൃഗശാല ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം അതായിട്ട് എനിക്ക് തോന്നുന്നു. എന്നാൽ മൃഗശാല എന്നുള്ള കോൺസെപ്റ്റൊക്കെ എനിക്കിത് തീരെ ഒരു യോജിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. നമ്മളിങ്ങനെ പോയിട്ട് ഈ മൃഗങ്ങളെല്ലാം കൂട്ടിലിട്ടിരിക്കുന്നത്, നമ്മളിങ്ങനെ പോയി അതിനെ നോക്കിയിരിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രാകൃതമായ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഇത്ര സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭൗതികമായ പ്രയോജനം ഉദ്ദേശിച്ചിട്ടില്ല, അത് കിട്ടുകയുമില്ല? ഒരു ഉദ്ദേശമില്ല, അത് സാധിക്കില്ല. കാരണം കുറേ ആളുകൾ കൂടിയിട്ടാണ്. അതിൽ ചിലരിപ്പോൾ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. പലരും പല വഴിക്ക് പോയി, എല്ലാവരുടെയും പേരുകൾ തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അത് തന്നെയായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഗുണവശം തോന്നുന്നു. ഇപ്പോൾ 1-2 വ്യക്തികൾ മാത്രമായിട്ടാണ് വാങ്ങിയതെങ്കിൽ ഒരു പക്ഷേ അത് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ നമ്മൾ ആലോചിക്കുമായിരുന്നു. ഇതിപ്പോൾ ആരും നേരിട്ട് പ്രയോജനപ്പെടുത്താതെ അത്രയും സ്ഥലം തുറന്ന് കിടക്കുകയാണ്, പ്രകൃതിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും കുറച്ച് സ്ഥലം, 5 സെൻറ്റെങ്കിലും ഈ ഉണ്ടാവണം. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല വായുവിനും ഒക്കെ തന്നെ പ്രയോജനപ്പെടും. പിന്നെ അതുപോലെ തന്നെ മറ്റ് ജീവികൾക്കും, നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റ് കൂട്ടുകാരുണ്ടല്ലോ, അവർക്കും കൂടി ഒരു ഉപകാരപ്പെടും. ഈ റഫീഖ് സ്കൂളിൽ പോകുന്ന അനുഭവങ്ങൾ 1-2 അഭിമുഖങ്ങളിലും എഴുത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 2 കിലോമീറ്ററിലധികം നടന്നിട്ടാണ് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് അതിനുള്ള ഒരു ഭാഗ്യമോ അവസരമോ ഇല്ലയെന്ന് വിചാരിക്കാൻ പറ്റൂല. അതെ അതെ. അപ്പോൾ അത്രയും നടന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അതിൽ ഉണ്ടായ ചില അനുഭവങ്ങളും കാഴ്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം, ഒരാൾ കത്ത് വായിക്കാനായിട്ട് തന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ഇത് ഞാനിങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഒരു ആൽത്തറയുണ്ട്. ആൽത്തറയുടെ അവിടെ ഒരു വയസ്സായിട്ടൊരു മനുഷ്യൻ ഇരിക്കാറുണ്ട്. അയാളൊരു ദിവസം എന്നെ വിളിച്ചിട്ട് എന്നെ അടുത്തേക്ക് വിളിച്ചു. 4ാം ക്ലാസ്സിലെ പറ്റി പഠിക്കുന്ന സമയമാണ്, ചെറിയ കുട്ടിയാണ്. ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഇയാൾ വിളിച്ചപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ ഇയാൾ വിളിച്ചിട്ട് എന്നോട് അയാളുടെ ഒരു പോക്കറ്റിൽ നിന്നൊരു ചുളുങ്ങിയ ഒരു ഇൻലൻഡ് എടുത്ത് തന്നു. അത് എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനിത് എന്നോട് മിണ്ടില്ല, മോനൊന്ന് വായിച്ചു തന്നു. അപ്പോൾ എനിക്ക് വലിയൊരു അഭിമാനമൊക്കെ തോന്നി. കാരണം ഒരു അക്ഷരജ്ഞാനിയായിട്ടുള്ള ഒരാളാണല്ലോ എന്നുള്ളൊരു സ്വയം. അങ്ങനെ ഞാനത് വായിച്ചു കൊടുത്തത്. എന്താണ് അതിൻ്റെ കണ്ടന്റ് ഒന്നും ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ആ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം വീട്ടുകാരോട് പിണങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ മകളോ മറ്റോ എഴുതിയിട്ടുള്ള കത്താണ്, തിരിച്ചു വരാനൊക്കെ പറഞ്ഞിട്ടൊരു കത്താണ്. അതങ്ങനെ അത് കഴിഞ്ഞു പോയി. പിന്നെ പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അത് ഭയങ്കര രസം. ഒരു ഇങ്ങനെയാണ് കവിത ഉണ്ടാവുന്നതെന്നുള്ള എനിക്ക് തോന്നി. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, എനിക്ക് വായിക്കാൻ അറിയില്ല മോനെ, അതുകൊണ്ട് വായിച്ചു. അതാണ് എൻ്റെ ശരിയായിട്ടുള്ള കാര്യം, വായിക്കാൻ അറിയില്ല. പക്ഷെ അതിന് പകരം ഇതെന്നോട് മിണ്ടില്ല എന്നാണ് പറയുന്നത്. അത് പോയറ്റിക് ആയിട്ടുള്ളൊരു സംഗതി. മാത്രമല്ല അതിലൂടെ അയാളുടെ ജീവിതം തന്നെ അതിൽ വരുന്നുണ്ട്. അയാളുടെ ജീവിതത്തിൽ ആരൊക്കെ അയാളോട് മിണ്ടാത്തതുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് മിണ്ടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, ലോകം അയാളോട് മിണ്ടുന്നുണ്ടാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരൊറ്റ വാചകത്തിനകത്ത് വരുന്നുണ്ട്. അത് കവിത അങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്ന ഒരു സംഗതിയാണ്. പല ആളുകളും പറയുമല്ലോ ഇങ്ങനെ ചെറുപ്പത്തിൽ വീട്ടിൽ മറ്റേ മഹാഭാരതം വായിക്കുന്നത് കേട്ടിട്ടാണ് കവിത തോന്നി, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും എനിക്കൊന്നുമില്ല. അപ്പോൾ എനിക്കൊക്കെ ഉണ്ടായത് ചെറുപ്പത്തിൽ ഇപ്പോൾ ഈ റേഡിയോയിലുള്ള പാട്ടുകൾ കേൾക്കലൊക്കെയാണ്.
പാട്ടുകളിൽ തന്നെ അതിന് പല വാക്കുകളും ഇങ്ങനെ കേൾക്കുമ്പോൾ ആലുവാപ്പുഴ പല വയലാറൊക്കെ വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, പിന്നെ അങ്ങനെ അതിനോടുള്ള വലിയൊരു ആകർഷണം ചെറുപ്പം മുതലേ തോന്നിയിട്ടുണ്ട്. പിന്നെ കുറേ ഏകാന്തതകളുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, ഈ ലോകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഏകാന്തതകളുണ്ടായിരുന്നു. അതൊക്കെ കൂടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയും സ്കൂൾ ബസ്സിൽ അവിടേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു കുട്ടിക്ക് അയാൾ എങ്ങനെയാണ് ഒരു എഴുത്ത്, ഒരു കവിതയോ കഥയോ എന്താവട്ടെ എങ്ങനെയാണ് ഉണ്ടാവുക? എന്താ അതിൻ്റെ ഒരു അവസരം? എന്തെങ്കിലും അതിനൊരു മറുമരുന്ന് പറയാനുണ്ടോ? ഇല്ല, നമുക്ക് തിരിച്ചു പോകാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ഈ ബെന്യാമിൻ്റെ മറ്റോ ഏതോ ഒരു നോവലിൽ വായിച്ചത്, ഏതൊരു കൃത്യമായിട്ട് ഓർമ്മയില്ല, അതിൽ വായിച്ചിട്ടുണ്ട് ഈ ടൈലിൽ ഇട്ടിട്ടുള്ള ഒരു മുറ്റം, അതിൽ ഈ 2 ടൈലിൻ്റെ വിടവിലൂടെ ഒരു ചെടി ഇങ്ങനെ മുളച്ചു വരികയാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ മുളച്ചു വരും, അത് ചെറിയ സ്പേസ് കിട്ടിക്കഴിഞ്ഞാലും അത് പുറത്തേക്ക് വരും. അതുപോലെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല ഫ്ലാറ്റിൽ താമസിക്കുന്ന കുട്ടികൾ അവരുടെ ഭാവനകൾ എങ്ങനെ പ്രവർത്തിക്കുന്നത്, അങ്ങനെയാണോ വേണ്ടതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ രീതിയിൽ അവർ കണ്ടെത്തുന്നൊക്കെ തോന്നുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പല രൂപത്തിലും ഭാവത്തിലും വരും. ഇപ്പോൾ കവിത തന്നെ ഏതൊക്കെ തരത്തിലാണ് വരുന്നത്? കവിത ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പരസ്യവാചകങ്ങളിൽ കമേഴ്സ്യലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ പിന്നെ ആകർഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരസ്യവാചകങ്ങളിൽ പോലും മനോഹരമായിട്ടുള്ള കവിതകൾ ഞാൻ ചിലപ്പോൾ തോന്നാറുണ്ട്. ഇത്രയും ഭംഗിയായിട്ട് അങ്ങനെ പറയാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ പലതരത്തിലാണ് അതിൻ്റെ ആവിഷ്കാരങ്ങൾ വരിക. റഫീഖ് കുറേ വർഷം ജോലി ചെയ്തിരുന്നു, ഒരു സർക്കാർ ജോലി തന്നെ ചെയ്തിരുന്നു. പിന്നീട് അത് ഒഴിവാക്കി പൂർണ്ണമായും എഴുത്തിലേക്ക് വന്നു. പാട്ടിലേക്ക് വന്നപ്പോൾ കവിത ഇല്ലാതെ ആയോ? പാട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ കവിത ഉപേക്ഷിച്ചത്. അപ്പോൾ അതിന് റഫീഖ് നൽകിയ നല്ലൊരു ഉത്തരം, ഞാൻ എപ്പോഴും മനസ്സിൽ വയ്ക്കുന്നൊരു ഉത്തരം, പാട്ട് എഴുതാൻ വേണ്ടി ഞാൻ കവിതയല്ല ഉപേക്ഷിച്ചത്, ഞാൻ സർക്കാർ ഉദ്യോഗമാണ് വേണ്ടെന്ന് വെച്ചത്. അതൊരു മനോഹരമായ നല്ല എന്താ പറയുക, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ടാണ് തോന്നിയത്. എന്തായിരുന്നു ശരിക്കും അങ്ങനെ ഒരു സാഹചര്യം? അല്ല, ഞാൻ പിന്നെ എൻ്റെ ഉപജീവനമാർഗം തന്നെയായിരുന്നു ഈ സർക്കാർ ജോലി. അതിനോട് ഒരിക്കലും പിന്നെ അതിനെ കുറച്ച് കാണാൻ പറ്റില്ല. കാരണം അതില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചു പോയില്ലായിരുന്നു. അങ്ങനെ അത് അത്രയും ആ ജോലി തന്നെ, അത് ജോലി ചെയ്യുന്ന കാലത്ത് അതിനോട് വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. പക്ഷേ മടുപ്പിക്കുന്നൊരു പണിയായിരുന്നു അത്. കാരണം ഞാനിങ്ങനെ വിചാരിക്കും എൻ്റെ സമയങ്ങൾ ഇങ്ങനെ വേസ്റ്റായി പോകുന്നു. ഒരു കാര്യം, കാരണം ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമുള്ള പണിയൊന്നുമല്ല. അപ്പോൾ അവിടെ ഞാനല്ല വേറെ ആൾ ഇരുന്ന് കഴിഞ്ഞാലും ഇതേ കാര്യം തന്നെ ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ട് എഴുതാൻ പറ്റുമായിരിക്കാം, നല്ല കൈയക്ഷരത്തിൽ. അത്രയും മാത്രമേ എനിക്ക് അതിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം മുതലേ തന്നെ ഇത് എങ്ങനെയെങ്കിലും ഇത് ജോലി ഉപേക്ഷിക്കണം എന്നുള്ളൊരു വിചാരം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പെൻഷനബിൾ പ്രായം ആയപ്പോഴും ഒന്നാമതായി അപ്പോൾ ഒരു പെൻഷൻ എന്തായാലും കിട്ടും. ഇപ്പോൾ എന്തായാലും കഞ്ഞി കുടിക്കാനുള്ള പൈസ ഉണ്ടാവുമല്ലോ. പിന്നെ സിനിമയുടെയും ഒരു സംഗതി ഉണ്ടായി. സിനിമ പറയുന്ന ഒരിക്കലും നമുക്ക് മുഴുവനായിട്ട് ആശ്രയിക്കാൻ പറ്റില്ല. അതൊരു വെറും ഒരു നൈമിഷികമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അത് വേറെ ആൾ വരും, അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് മാറാം, അങ്ങനെ. അപ്പോൾ അതിനെ മുഴുവൻ ആശ്രയിച്ചിട്ടല്ല ഞാനത് പോയി. എനിക്ക് അത്രയും പിന്നെ ഇനിയും കൂടുതലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഒന്നും അല്ലാതായി പോകുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഞാനത് നിർബന്ധം വരുന്നിടത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ ഞാനത് പിടിച്ചു. പക്ഷേ ആ ജോലിയിലിരിക്കുമ്പോൾ തന്നെ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും തടസ്സമായിട്ടില്ല. കാരണം ആ സമയത്താണ് ഒരുപക്ഷെ അധികം എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ പാട്ടിനെ കൂടെ പാട്ടിൻ്റെ വന്നപ്പോൾ എനിക്ക് പിന്നെ ലീവ് എടുക്കേണ്ടി യാത്രകൾ വേണ്ടി വന്നു, തിരക്കുകൾ വന്നു, അതൊരു അസൗകര്യമായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒന്നിലൂടെ നീതി കൊടുത്താൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ കൊണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി സാമ്പത്തിക സൗകര്യം തരുന്ന ഒരു കാര്യം, പാട്ടെഴുത്താണ്. അപ്പോൾ പിന്നെ അതിനേക്കാളും ഇത് കിട്ടും. അതിന് പ്രത്യേകിച്ച് ഒരു തടസ്സമില്ല. അതിപ്പോൾ ഞാനിപ്പോൾ സൈന്യത്തിലാണെങ്കിലും ചിലപ്പോൾ ഞാൻ കവിത എഴുതും. അപ്പോൾ അത് അങ്ങനെയല്ല അതിൻ്റെ കാര്യം. അത് പിന്നെ ഒരു നിശ്ചിതമായിട്ടൊരു പണിയല്ലല്ലോ, അത് അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നൊരു സാധനമാണ്. അപ്പോൾ അത് എഴുതാൻ ഒരു അല്പസമയം കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. കവിത എഴുതുമ്പോഴേ അത് നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉടമ. നമ്മൾക്ക് തീരുമാനിച്ചാൽ മതി, ഇപ്പോൾ എഴുതണോ വേണ്ടയോ, അല്ലെങ്കിൽ എത്ര വരി എഴുതണം, എങ്ങനെ എഴുതണം എന്നൊക്കെ മതി. പക്ഷെ പാട്ട് അങ്ങനെയല്ല, അതിൽ വേറെ കുറേ ഉടമസ്ഥരുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു ആയുധമാവും. പലരും ഇതിൻ്റെ ഒരു പരിമിതി എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഇപ്പോൾ ഈ പാട്ടെഴുത്തുകാർ അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം ആ സിനിമയുടെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും നേരിടുന്നൊരു കാര്യമാണത്. പാട്ടെഴുത്തുകാരൻ മാത്രമല്ല, സ്വന്തമായിട്ട് സിനിമ എന്ന് പറയുന്നത് സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പണിയെടുക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു രൂപം ഡയറക്ടറുടെ മനസ്സിലുണ്ടാവുള്ളൂ, എങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ അയാളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ അതിൽ സാധ്യമാവുള്ളൂ. അല്ലാതെ എൻ്റെ ഒരു സ്വതന്ത്രമായിട്ടൊരു ആവിഷ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ സിനിമ ഉപയോഗിക്കാൻ എനിക്ക് പറ്റില്ല. ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവാമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. ചിലർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആ തരത്തിലുള്ള ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒന്നുകിൽ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ പുറത്തു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനെ നന്നാക്കാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അളവിലും ഗുണത്തിലും അംഗീകാരത്തിലുമെല്ലാം വളരെ റിച്ച് ആയിട്ടുള്ള ഒരു എഴുത്തുകാലം കഴിഞ്ഞു.
ഇവിടെ വന്ന് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇനി എത്രത്തോളം ആവേശത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് എന്താണ് തോന്നുന്നത്? ഈ പറഞ്ഞതിൽ അളവിൻ്റെ കാര്യത്തിലും അംഗീകാരത്തിൻ്റെ കാര്യത്തിലും യാതൊരു കുറവുണ്ടായിട്ടില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ അളവൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഗുണത്തിൻ്റെ കാര്യത്തിൽ എനിക്കത്ര തൃപ്തി ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. അത് വേണ്ട രീതിയിലൊന്നും അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉള്ളിൽ സംശയം ഉള്ള ഒരാളാണ്. അല്ല, കവിത എഴുതി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 40 വർഷത്തിലധികമായിട്ടുണ്ട്. ഒരു 25 വർഷമായിട്ട് പാട്ടും എഴുതുന്നുണ്ട്. ഇത്രയും നാൾ ലൈവായിട്ട് നിന്നു എന്നുള്ളത് തന്നെ നമ്മുടെ മലയാളി വായനക്കാരുടെ ഒരു അംഗീകാരം അതിനുണ്ട്, അവരുടെ ഒരു ഇഷ്ടമുണ്ട് എന്നതാണ്. പിന്നെ എല്ലാ എഴുത്തുകാർക്കും മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകൾക്കും മികച്ചൊരു രചന, ഒരു സൃഷ്ടി ഇനിയും വരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അത്ര തന്നെയല്ലേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഇപ്പം മുമ്പ് എഴുതിയ ഒരു രചന വീണ്ടും ഇപ്പോൾ എഴുതാനൊന്നും സാധിച്ചൊന്നും വരില്ല. അതൊക്കെ ഓരോ സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. സിനിമ ഗാനങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, കവിതയുടെ കാര്യം ഞാൻ പറഞ്ഞത്. സിനിമ ഗാനങ്ങളിൽ ഈ പറഞ്ഞ പോലെ അത് പിന്നെ ഒരു തൊഴിൽ കൂടി ആയതിൻ്റെ പേരിൽ പിന്നെ അതിനൊരു വേറെ കുറേ പരിമിതികൾ അതിനകത്തുണ്ട്. പാട്ടിൻ്റെ കാര്യത്തിൽ കുറേ കൂടി നിഷ്കളങ്കമായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം പാട്ട് ആസ്വദിക്കുന്ന ആളുകൾ അത് പിന്നെ അവർക്കൊരു മുൻവിധികളില്ല. അതായത് ആരാണ് എഴുതിയത്, അയാൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവർ ആലോചിക്കുന്നില്ല. അവർ പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. കവിത അങ്ങനെയല്ല. കവിത നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ താഴെ ആ പേര് നോക്കും, അയാളെ പറ്റി ആലോചിക്കും. അങ്ങനെ ഒരുപാട് മുൻവിധികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് ഉള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ പാട്ടിൻ്റെ ആസ്വാദനം അങ്ങനെയല്ല. ഇപ്പോൾ പല ആളുകളും എന്നോട് ഇങ്ങനെ ആ പാട്ട് നിങ്ങളാണ് എഴുതിയതല്ലേ, അറിയില്ലായിരുന്നു. പക്ഷെ പാട്ട് അവർക്കറിയാം. അതെ, അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു ആസ്വാദനം, ഒരു നിഷ്കളങ്കമായിട്ടുള്ള ആസ്വാദനം പാട്ടിൻ്റെ കാര്യത്താണ് നടക്കുന്നത്. മറ്റേതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളോടുള്ള ഇഷ്ടമോ നമ്മളോടുള്ള ഇഷ്ടക്കുറവോ മറ്റ് പല ഘടകങ്ങളൊക്കെ ഈ ആസ്വാദനത്തിൽ ബാധിക്കും, സ്വാധീനിക്കാം. പണ്ട് ചിലർ എഴുതിയ ചില പാട്ടുകൾ, അതായത് വണ്ടി വണ്ടി എന്നുള്ള പാട്ടൊക്കെ ആളുകൾ ഭയങ്കര ഹിറ്റാക്കിയ പാട്ടാണ്. പക്ഷെ ഇന്നിപ്പോൾ വന്നിട്ട് അപ്പങ്ങളെമ്പാടുന്ന് എഴുതുമ്പോൾ ആളുകൾ അതെന്ത് റഫീഖ് എഴുതേണ്ട ഒരു പാട്ടാണോ എന്നൊരു ചോദ്യം വരില്ലേ? അത് ഈ പറഞ്ഞ മുൻവിധിയാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഞാൻ പിന്നെ കവിത എഴുതുന്ന ഒരാളാണ്. കവിതയെ പറ്റിയിട്ടുള്ള ആളുകൾക്കൊരു ധാരണ ഉണ്ടാവും, ഇങ്ങനത്തെ കവിത എഴുതുന്ന ആൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവാം. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളതാണ് എൻ്റെ കാര്യം. സിനിമയിൽ ആ പാട്ട് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതേ നോക്കാൻ പറ്റുള്ളൂ. ആ പാട്ട് സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. അതിൻ്റെ സിനിമയെ ഗുണപ്പെടുത്തുന്ന ഘടകങ്ങളിലൊന്നായിട്ട് അത് മാറിയിട്ടുണ്ട്. അത്രേ എനിക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. റഫീഖ, ഈ മഴ പെയ്താൽ മാത്രം പൂവിടുന്ന ഒരു ചെടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെ ഓർത്തുകൊണ്ടാണെന്ന് പറയുന്നു ഒരു പാട്ട് എഴുതിയത്. മഴയത്തു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന് പറയുന്നത്. ചിലതൊക്കെ വീട്ടുമുറ്റത്തുനിന്നും കിട്ടും, ചില വിഷയങ്ങളും ചില കൽപ്പനകളൊക്കെ അല്ലേ വീട്ടുമുറ്റത്തുനിന്നും ഉണ്ടാവും. അത് പിന്നെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ നിന്നാണ് എഴുതിയത്. ഒരു കവിത ആയിരുന്നു അത്. പിന്നെ സിനിമ പാട്ടിന് വേണ്ടിയിട്ട് അത് വേറെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതൊന്നും എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഉതിർമുല്ല എന്ന് പറഞ്ഞൊരു ഒരു മരമാണിത്. ഉതിർമുല്ല, മരമുല്ല, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മരമാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഇത് ആദ്യത്തെ മഴ പെയ്യുമല്ലോ, പുതുമഴ പെയ്ത് കഴിയുമ്പോൾ ആകെ പൂത്ത് നിറഞ്ഞു നിൽക്കാറുണ്ട്. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താലൊന്നും അതിനൊരു മൈൻഡ് ഉണ്ടാവാറില്ല. അപ്പോൾ അത് ഒരു കാരണം. പിന്നെ വേറെ ഞാൻ മുസഫറിൻ്റെ ഒരു ലേഖനത്തിൽ ഈ മരുഭൂമിയിൽ മഴ പെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. ആ മരുഭൂമിയിൽ വളരെ അപൂർവമായിട്ടാണ്, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് തോന്നുന്നു. പണ്ടൊക്കെ അപൂർവമായിട്ടാണല്ലോ മരുഭൂമിയിൽ മഴ പെയ്യുള്ളൂ. അങ്ങനെ പെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, അതുവരെ ഇല്ലാത്ത പല ചെടികൾ മുളച്ചു വരും, പല ജീവികൾ പ്രത്യക്ഷപ്പെടും. അങ്ങനെ ഒരു വലിയൊരു സംഭവം എന്ന് പറയണം മരുഭൂമിയിൽ മഴ പെയ്യുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് ഉള്ളിൽ കിടന്ന് കളിച്ച് ഉണ്ടായിട്ടുള്ളൊരു കവിതയാണത്. അത് കവിതാ രൂപത്തിലാണ് എഴുതിയിരുന്നത്. പാട്ട് പിന്നെ വേറെ ആ 2 വരി മാത്രമേ അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ വേറെ കാര്യങ്ങളിലേക്ക് പോയി. ഈ മരാണ് അങ്ങനെ പൂവിടുന്നത്. വെളുത്ത പൂക്കളുണ്ടാവും. വെളുത്ത പൂക്കൾ, ഈ ഇലകളൊന്നും കാണില്ല, നിറയെ പൂക്കൾ മാത്രമായിരിക്കും. അതൊക്കെ താഴെ ഒരു 1-2 ദിവസം കൊണ്ടൊക്കെ താഴെ ഒഴിഞ്ഞു വീഴും. ആ സിനിമയിലെ തന്നെയല്ലേ ഒരു പാട്ട് റഫീഖ പറഞ്ഞിട്ട് എഴുതിയ അർത്ഥത്തിലല്ല ജനങ്ങൾ സ്വീകരിച്ചതെന്ന് പറഞ്ഞിട്ട് അല്ലേ, മരണമെത്തുന്ന നേരത്ത്. അല്ല, അത് കവിത ആയിരുന്നു. പക്ഷേ അതെന്താ വെച്ചാൽ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു പാട്ട് ആവശ്യമായിരുന്നു. സിനിമയിൽ അതൊരു വേറെ ഒരു സിറ്റുവേഷനിലാണ് വരുന്നത്, ഒരു മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിറ്റുവേഷനിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അത് സ്വീകരിക്കപ്പെട്ടത്. സത്യത്തിൽ അത്
പ്രണയത്തിൻ്റെ തീവ്രമായ പ്രണയത്തിൻ്റെ ഒരു ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷെ അത് വളരെയധികം സ്വീകരിക്കപ്പെട്ടു. ഒരുപാട് ആളുകൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. അത് ഒരു ശോകം ദ്യോതിപ്പിക്കുന്ന ഒരു സംഗീതമാണ് അതിനുണ്ടായത്. അത് രണ്ടും സാധ്യമാണ്. ശോകം വേണേ ആവാം, കാരണം മരണം എന്ന് പറയുമ്പോൾ എപ്പോഴും അത്ര സന്തോഷമുള്ള കാര്യമല്ലല്ലോ. അതെ, അതുകൊണ്ടായിരിക്കും അത് മരിക്കുന്ന നേരത്തെ നീ എൻ്റെ അടുത്തുണ്ടാവണം എന്ന് പറയുന്നത് അത്ര സന്തോഷത്തോട് പറയുന്നതായിക്കൊള്ളുന്നില്ല. പക്ഷെ അതിനകത്ത് പ്രണയത്തിൻ്റെ ഒരു വികാരമുണ്ട്, അത്രേ ഉള്ളൂ. ഞാനതിനെയാണ് കൂടുതൽ വിചാരിച്ചിരുന്നത്. ചെറുപ്പത്തിൽ എനിക്ക് സത്യത്തിൽ ഈ ചിത്രം വരയ്ക്കാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ചിത്രം വര മത്സരത്തിലൊക്കെ പങ്കെടുത്ത് കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ചിത്രം വര അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അത് പഠിക്കാനോ അല്ലെങ്കിൽ ആ രംഗത്ത് അങ്ങനെ മുന്നേറാനൊന്നും പറ്റിയില്ല. പക്ഷേ അതെൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വരയോടുള്ള ഒരു പ്രണയം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. വല്ല ഇല്ലസ്ട്രേഷൻസ് പോലെ കാർട്ടൂൺ പോലെയൊക്കെ വരയ്ക്കാറുണ്ട്, അത്രേ ഉള്ളൂ വരയായിട്ടുള്ള ബന്ധം. പെയിൻറ്റിങ്ങിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ പറ്റാറില്ല. പക്ഷേ എനിക്ക് വളരെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് ചിത്രം വരയ്ക്കുക എന്നുള്ളത്. ചിത്രങ്ങൾ കാണുക എന്നുള്ളതും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കവിതയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കവിത ഇതേപോലെ തന്നെ ഒരു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ എഴുതിയിരുന്നു. അത് രഹസ്യമായിട്ടാണ്. എനിക്കത് ഇങ്ങനെ ഒരു പൊതുവെ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഞാൻ ആരെയും കാണിക്കാനൊന്നും ശ്രമിച്ചിരുന്നില്ല. സ്കൂളുകൾ അധ്യാപകരെ നിർബന്ധിച്ചിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ശ്രദ്ധിക്കപ്പെട്ട കവിത എന്ന് പറയുന്നത് മാതൃഭൂമി ചതുപ്പിൽ ഒരു തോണിയാത്ര എന്ന് പറയുന്നൊരു കവിത 83 വന്നു. പക്ഷെ അത് റഫീഖ് എന്ന് മാത്രമേ അതിന് എൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലപ്പേരോ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആർക്കും മനസ്സിലായൊന്നുമില്ല ഞാനാണ് എഴുതിയതെന്ന് അവർക്കറിയില്ല. പിന്നെ ശരിക്കും ശ്രദ്ധിക്കപ്പെട്ട കവിത 90കളിലാണ്. 90 കൊല്ലം എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. അത് പുലിയിറക്കം എന്ന് പറയുന്നൊരു കവിതയാണ്. അത് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടു. അതിന് ശേഷമാണ് അതിന് അപ്രീസിയേഷൻസ് കുറേ കിട്ടി. പിന്നെ അതേപോലെ ഈ ആദ്യമായിട്ട് കാര്യമായൊരു വളരെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വൈലോപ്പിള്ളി അവാർഡാണ്. സ്വപ്നവാങ്മൂലം എന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിന് കിട്ടുന്നത്. അതിനുശേഷം പിന്നെ കുറേ പലതരത്തിലുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അംഗീകാരത്തിലൊന്നും യാതൊരു കുറവുണ്ടായിട്ടില്ല. 6 സംസ്ഥാന ചലച്ചിത്രഗാനങ്ങൾക്ക് 6 സംസ്ഥാന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ സാഹിത്യ അക്കാദമിയുടെ അവാർഡും ഓടക്കുള്ള അവാർഡും ഉൾപ്പെടെ കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഉപ്പ പിന്നെ ഞങ്ങൾ അബ്ബ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. വളരെ സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ചീത്ത അങ്ങനെ ഒരു ശാസനകളോ അല്ലെങ്കിൽ അത്ര ശിക്ഷാ നടപടികളൊന്നും ഇല്ലാത്ത വളരെ സൗമ്യനായിട്ടൊരാളായിരുന്നു. വളരെ ഒരു നർമ്മബോധമുള്ള ആളായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നല്ല നർമ്മബോധമുള്ള ആളായിരുന്നു. വളരെ പല തമാശകളും പറയും. സുഹൃത്തുക്കളെ പോലെ തന്നെയായിരുന്നു. അതുപോലെ പ്രായത്തിലൊക്കെ വളരെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പിതാവിൻ്റെ ഒരു സ്ഥാനം തിരുന്നുകൊണ്ടുള്ള പെരുമാറ്റമൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാട്ടിൽ വലിയ മാറ്റങ്ങൾ വന്നല്ലോ. 10-25 കൊല്ലം കൊണ്ടൊക്കെ. ഒരു കാലത്തൂടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്ത് വന്ന അധ്യാപകൻ എന്നുള്ള എനിക്ക് റിട്ടയർ ചെയ്ത് വന്ന സമയത്ത് ഇവിടെ പോസ്റ്റ് ഓഫീസ് ഇല്ല. അപ്പോൾ പുള്ളി തന്നെ എഴുത്തുകുത്തുകളൊക്കെ നടത്തിയിട്ടാണ് അനുവദിച്ച് കിട്ടിയത് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അക്കിക്കാവിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വരുന്നു, അതിൻ്റെ ആദ്യത്തെ പോസ്റ്റ് മാഷും അന്ന് അങ്ങനെ ഈ റിട്ടയർഡ് ഹാൻഡ്സിനൊക്കെയാണ് കൊടുത്തിരുന്നത്. ഈ എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റൽ അങ്ങനെ അതിന് പറയാം, ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ടല്ലായിരുന്നു ഈ ബ്രാഞ്ച് ഇതൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും കുറച്ചൊരു ഉത്തരവാദിത്തമുള്ള ആൾക്കാർക്കാണ് അത് കൊടുക്കുക, റിട്ടയർ ചെയ്ത ആളുകളോ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ആദ്യത്തെ പോസ്റ്റ് മാഷായിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് ഓഫീസുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അടുത്ത കാലം വരെ ഈ പിന്നെ ഇമെയിലും മെസ്സേജിങ്ങും ഒക്കെ വരുന്നതിന് മുമ്പ് വരെ വല്ലാത്തൊരു ബന്ധം തന്നെയാണ് പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നത്. അത് എത്രയോ ദിവസങ്ങളോളം നമ്മൾ കത്തിന് വേണ്ടി കാത്തിരിക്കുമല്ലോ. ആരെങ്കിലും കത്ത് വരാൻ വേണ്ടി കാത്തിരിക്കും, പോസ്റ്റ്മാൻ വരുന്നത് കാത്തിരിക്കും. ചിലപ്പോൾ നിരാശ ഉണ്ടാവും, ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും. അത് ജീവിതത്തിൽ വലിയൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. പോസ്റ്റ് ഓഫീസ് കാണുമ്പോഴും ആ ചുവന്ന പെട്ടി, ഹൃദയം പോലുള്ള ആ തപാൽ പെട്ടി കാണുമ്പോഴും ഞാനും കവിത എഴുതിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. അവസാനത്തെ തപാൽക്കാരനുകൊണ്ട് ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എന്നുള്ളത് പുതിയൊരു നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അവിടെ പുതിയൊരു ജനാധിപത്യം, പുതിയൊരു സോഷ്യലിസം അല്ലെങ്കിൽ പുതിയൊരു ഭരണം തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ്. ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ നല്ലതുണ്ടാവാം, ചിലപ്പോൾ അല്ലാത്തതും ഉണ്ടാവാം. എങ്ങനെയാണ് അതൊക്കെ അനുഭവിച്ചിട്ടുള്ളത്? സമൂഹ മാധ്യമങ്ങളൊരു അനിവാര്യതയാണല്ലോ ഇപ്പോഴും. നമുക്കത്
നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം കുറച്ച് കാര്യമായിട്ട് ഇടപെട്ടിരുന്നു. ഇപ്പം അത്ര സജീവമല്ല. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും അപൂർവം ചില കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. കാരണം അതൊരു ശരിയായിട്ടൊരു സംവാദ മണ്ഡലം അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും പറയുന്നു. പല ആൾക്കാരും വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ മാത്രം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളോ അതിനെ പിടിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരാൾക്കാരുണ്ട്. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ഒരാൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പൂരപ്പറമ്പ് പോലെ വളരെ ഒരു അനീതാവസ്ഥ ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം ഇപ്പോൾ അങ്ങനെ അത്ര സജീവമല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ ജനാധിപത്യവും സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. വളരെ ഉത്തരവാദിത്വ ബോധം ഇല്ലെങ്കിൽ ജനാധിപത്യം കൊണ്ടു നടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഇതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു അവ്യവസ്ഥിതമായിട്ടുള്ള ഒരു തരം തമാശക്കളി പോലെയൊക്കെ ആയിട്ട് മാറും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊരു സംശയിക്കണം. ഈ വ്യക്തിപരമായിട്ട് ദുരനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതുപോലത്തെ കമൻറ്റുകൾ പലതും വരും. ചില ആളുകൾ ഇപ്പോൾ എന്താണെന്ന് അറിയാതെ നമ്മളെപ്പറ്റി മനസ്സിലാക്കാതെയും എന്താ പറയുന്നതുള്ള മുഴുവൻ വായിച്ച് നോക്കാതെയും അല്ലെങ്കിൽ പലപ്പോഴും ഒരു കവിതയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വളരെ ഡയറക്റ്റ് ആയിരിക്കില്ല നമ്മൾ പറയുന്ന കാര്യം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാവ്യഭാഷയായിരിക്കും. പലരും ചിലപ്പോൾ ഡയറക്റ്റായിട്ടാണ് എടുക്കുക പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ താഴെ കുറേ കമൻറ്റുകളൊക്കെ കുറേ വരും, അത്രേ ഉള്ളൂ. ഫേസ്ബുക്കിലാണ് ഒരു കവിത എഴുതി, ഹേ കെ എന്ന് പറഞ്ഞ ഒരു കവിത എഴുതി. അതിന് ഭയങ്കര വിമർശനം നേരിട്ടു. സാധാരണ എഴുത്തുകാർ ഇത്തരം വിമർശനം വന്നു കഴിഞ്ഞാൽ അവഗണിക്കാറാണ് പതിവ്, അല്ലെങ്കിൽ നിശബ്ദരായിട്ടിരിക്കാറാണ് പതിവ്. പക്ഷെ റഫീഖ് അതിന് ഒരു കവിതയിലൂടെ ഒരു ചുട്ട മറുപടി കൊടുക്കുകയുണ്ടായി. കുരുപൊട്ടി നിൽക്കുന്ന നിങ്ങളോടുള്ളത് സഹതാപം മാത്രമാണ്, ഒട്ടും ദേഷ്യമില്ല എന്ന് പറയുന്ന ഒരു ഇത് കിട്ടി. അങ്ങനെ പ്രതികരിച്ചപ്പോൾ വീണ്ടും അതിനെതിരായ പ്രതികരണങ്ങൾ ഉണ്ടായോ? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാനുള്ള ഈ സമൂഹ മാധ്യമത്തെ നേരിടാൻ പലർക്കും, പ്രത്യേകിച്ചും എഴുത്തുകാരുൾപ്പെടെ ഉള്ള ആളുകൾക്ക് ഭയമാണ്, അല്ലെങ്കിൽ അവർക്കത് സ്വീകാര്യമല്ല. പക്ഷേ ഇങ്ങനെയാണ് ഈ കളത്തിലിറങ്ങി കളിക്കുക എന്നുള്ള പോലെ എങ്ങനെയാണ് സാധിച്ചത്? ഞാനത് ഈ കേരളിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് കുറേ പറയാനുണ്ട് അതിനെ പറ്റിയിട്ട്. അങ്ങനെയാണെങ്കിൽ അത് സത്യത്തിൽ അങ്ങനെ വരുമ്പോഴേ നമ്മളെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ തീവ്ര പരിസ്ഥിതിവാദി അല്ലെങ്കിൽ വികസന വിരുദ്ധൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തോട് ഉള്ള എതിർപ്പുള്ളവൻ എന്നൊക്കെ രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുക എന്താണെന്നുള്ള മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം. എന്താണ് പറയുന്നത് മനസ്സിലാക്കിയിട്ടില്ല. നമുക്കിതിലൊന്നും എതിരുള്ള ആളൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയോ അല്ലെങ്കിൽ ഒരു കൊടിയോ അടയാളമൊന്നുമല്ല. അതൊരു നിലപാടും ഒരു ആശയവും ഒരു മനോഭാവമൊക്കെയാണ്. ഇപ്പോൾ അതിലേറ്റവും നമുക്ക് ഓർമ്മിക്കത്തക്കതായിട്ടൊരു സംഗതി മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടൊരു വാചകമാണ്. അപ്പോൾ ഒരു ഗാന്ധിസ് ടാലിസ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടല്ലോ, അതിൽ പറയുന്നുണ്ടാവും. അത് ഗാന്ധിജി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പുതിയ പദ്ധതിയെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനും പീഡിതനും അവശനുമായിട്ടൊരാളെ ഓർമ്മിക്കുക. എന്നിട്ട് ഇത് അയാൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്ന് ചിന്തിക്കുക. എന്നതിന് ശേഷം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഇടതുപക്ഷ വീക്ഷണം. അത്ര ഒരു വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ സമയത്ത് അതിനേക്കാളും പ്രിയോറിറ്റി ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പ്രിയോറിറ്റിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. എന്തിനാണ് പ്രിയോറിറ്റി കൊടുക്കുന്നത്? ഈ കേരളയിൽ പോലത്തെ ഒരു സംഗതിക്കാണോ അതോ ചില ആദിവാസികളുടെ അവസ്ഥ നമുക്കറിയാം. ഇവിടുത്തെ യുവാക്കൾക്ക് പുറത്തു പോയിട്ട് ജോലി അന്വേഷിക്കേണ്ട ഒരവസ്ഥ നിലനിൽക്കുന്നു. നമ്മുടെ തന്നെ ഉള്ളിലെ നാട്ടിലെ തന്നെ റോഡുകളില്ല, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ആരോഗ്യരംഗത്തെ പ്രശ്നം. ഇപ്പോൾ ഒരു 600-700 രൂപ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പെൻഷൻ നോക്കിയിരിക്കുന്ന ഒരുപാട് മനുഷ്യർ. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഇതിനെ ഇങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോൾ, ഒരു ആവശ്യത്തിൽ കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സമയത്ത് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ എഴുതി നോക്കുക. കവിത നല്ലത് ഫേസ്ബുക്ക് പോസ്റ്റാണ്, അതൊരു കവിതയുടെ രൂപത്തിൽ എഴുതി നോക്കുക. അത് ആ രീതിയിലല്ല ഉൾക്കൊണ്ടതെന്നുള്ളതാണ്. ഞാനതൊരു നല്ല സംവാദമായിട്ട് വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതിന് പകരം അത് വളരെ ബോധപൂർവ്വം ചില എന്താ പറയുക ചില ഗ്രൂപ്പായിട്ട് ആളുകൾ തകർക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആ രീതിയിലാണ് അത് പോയത്. അപ്പോൾ എനിക്കതിൻ്റെ സംഗതി മനസ്സിലായി. ഇതൊക്കെ ചില പിന്നെ നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെയാണ് എന്നുള്ള ആ ധാരണ ഒന്നും കൂടി ഉറപ്പായി. അല്ലാതെ വികസനമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായി അതിൽ കൂടെ.
ഏത് ഇസമാണെങ്കിലും, അത് കമ്മ്യൂണിസം ആണെങ്കിലും വേറെ ഏത് ഇസമാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ സഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണെന്ന് എല്ലാവരും, നിങ്ങളെപ്പോലെ എഴുത്തുകാരും അല്ലാത്തവരൊക്കെ പറയുന്നത് സഹിഷ്ണുത. ഇപ്പം ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇല്ലാതാവുന്നത് അതാണെന്നാണ് പറയുന്നത്. അത് ഇപ്പം ഇടതുപക്ഷത്തിന് പോലും അത് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അത്തരം ഒരു പരാതി ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യന് അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും അഭിലഷണീയമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. ഈ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ അകത്ത് ചില ചതിക്കുഴികളും കൂടിയുണ്ട്. കാരണം അപ്പം അതിനകത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അവർക്ക് ഇലക്ഷനിൽ ജയിക്കണം. അപ്പോൾ വോട്ട് എന്ന് പറയുന്ന ഒരു ഘടകം അതിൽ വരും. അപ്പോൾ വോട്ടിനാണ് പ്രാധാന്യം വരും. അതേപോലെ എൻ്റെ പാർട്ടി, ആ പാർട്ടിയുടെ താല്പര്യങ്ങളായിരിക്കും ഒരുപക്ഷെ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള താല്പര്യത്തെക്കാളും കൂടുതൽ എൻ്റെ പാർട്ടിയുടെ താല്പര്യങ്ങൾ വരും. എനിക്ക് കൂടുതൽ വോട്ട് കിട്ടുക എന്നുള്ളത് ഒരു കാര്യം വരുന്നു. അങ്ങനെ വരുമ്പോൾ എല്ലാറ്റിനോടും കോംപ്രമൈസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നവോത്ഥാനത്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതിനെപ്പറ്റി വലിയ ജാഥകളും സംഭവങ്ങളൊക്കെ നടക്കുന്നു ഒരു ഭാഗത്ത്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഈ പൗരോഹിത്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെയോ ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും വ്യക്തമായിട്ടുള്ള നിലപാടൊന്നും എടുക്കില്ല. കാരണം വോട്ട് പോകുമെന്നുള്ള ഭയമാണ്. അതെ, അങ്ങനെയുള്ളൊരു ഒരു ഒരു എന്താ പറയുക, ഒരു അനഭിലഷണീയമായിട്ടുള്ള ഘടകം കൂടി ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ജനാധിപത്യ വ്യവസ്ഥ തന്നെ നിലനിൽക്കണം. അതിനെ ഏത് വിധേനയും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഈ എഴുത്തുകാരെക്കുറിച്ചും ചില പരാതികൾ അടുത്ത് വന്നു. അതായത് ഒരു വിഭാഗം എഴുത്തുകാരെങ്കിലും എന്തെങ്കിലും അക്കാദമി സ്ഥാനങ്ങളും മറ്റും കിട്ടാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യുകയാണ്, അധികാരത്തോട് കോംപ്രമൈസ് ചെയ്യുന്നു. അവർ ഭരണകർത്താക്കളുടെ, സർക്കാരുകളുടെ തെറ്റായ നിലപാടുകൾ വിമർശിക്കാനോ തുറന്നു പറയാനോ തയ്യാറാവുന്നില്ല എന്ന് ചില പരാതികൾ വന്നിരുന്നു. അതേസമയം എഴുത്തുകാരൻ്റെ ചുമതല ഇങ്ങനെ സർക്കാരിനെ തിരുത്തലല്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ അപ്പോഴും പറയുന്നത് ചിലരോട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കോംപ്രമൈസിന് എഴുത്തുകാർ തയ്യാറാവുന്നു എന്നാണ്. അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് രണ്ട് സ്ഥലങ്ങളാണ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ വെച്ചാൽ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കല്ല, നമ്മൾ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നത് പൗരൻ എന്നുള്ള നിലയ്ക്കാണ്. അതായത് എഴുത്തുകാരൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. അല്ല, എഴുത്തുകാരൻ്റെ പണി എഴുത്ത് തന്നെയാണ്. എഴുത്തിലൂടെയാണ് അയാൾ സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ പണ്ട് മുതലേ എഴുത്തുകാർ സാംസ്കാരിക നായകർ എന്നുള്ളൊരു പദവി കൂടി കൊടുക്കാറുണ്ട്. എല്ലാ എഴുത്തുകാരും പ്രസംഗിക്കണം എന്നുള്ളൊരു ധാരണയുണ്ട്. അതങ്ങനെ ഒരു കീഴ്വഴക്കം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നുണ്ടാവുക. പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ പൗരൻ്റെ ചുമതലയാണ്. നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഈ തലമുറ എങ്ങോട്ട് പോകുന്നു, അതിൽ എന്തൊക്കെ നടക്കുന്നു, വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, ഇതൊക്കെ ഓരോ പൗരൻ്റെയും ചിന്താ വിഷയം തന്നെയാണ്, എഴുത്തുകാരൻ്റെ മാത്രമൊന്നുമല്ല. പിന്നെ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അത് എല്ലാ കാലത്തും ഉള്ളതാണ്. ഇപ്പോൾ അധികാര സ്ഥാനങ്ങളോട് ഒപ്പം നിൽക്കുകയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അവാർഡുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ആളുകൾ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോഴും മാത്രമൊന്നുമല്ല, എല്ലാ കാലത്തും ഉള്ളതാണ്. അങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അത് കുറേ ആളുകൾ നേരെ നിൽക്കുന്നവരുണ്ടാവും, ചെരിഞ്ഞ് നിൽക്കുന്നവരും ചാഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ, വൈലോപ്പിള്ളിയാണ് അതിന് ഏറ്റവും കൃത്യമായിട്ട് കാര്യം പറഞ്ഞത്. എഴുത്തുകാരനെ സംബന്ധിച്ചോളം ഞങ്ങൾ എന്നും ഒരു സൗവർണ്ണ പ്രതിപക്ഷം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ പ്രതിപക്ഷത്താണ് നമ്മൾ ഇരിക്കേണ്ടത്. ദൈവത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ചുമതല ആണ് എഴുത്തുകാർ. സമൂഹത്തെ തിരുത്തുക എന്നുള്ളൊരു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അത് എഴുത്തുകാരൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല. അത് എല്ലാ തെറ്റുകളും ഇല്ലാത്ത, ഒരു തെറ്റുകളില്ലാത്ത മുഴുവൻ ശരിയായിട്ട് ആളായിട്ടല്ല. അയാളുടെ ചില ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള ചില ആഗ്രഹങ്ങളുണ്ടായിരിക്കാം എഴുത്തുകാർക്ക്. ലോകം കുറച്ചുകൂടി നന്നായെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അത് പറയുന്ന ഒരു കാര്യം മാത്രമേ ഇത് നടക്കുന്നുള്ളൂ. അതെ, ഈ എഴുത്ത് കുറേയൊക്കെ വ്യക്തിപരമാണെന്ന് വാദിക്കാറുണ്ട്, പറയാറുണ്ട്. എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ മാനസികാവസ്ഥയ്ക്കും അനുസരിച്ച് എഴുതുന്നൊക്കെ പറയാറുണ്ട്. ഒപ്പം തന്നെ ഈ പുരോഗമന സാഹിത്യമൊക്കെ വന്ന സമയത്ത് എഴുത്തിനൊരു സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളൊരു വാദം കൂടി വന്നു. പല കാലത്തും അത് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു വാദം കൂടി വന്നു. എഴുത്തിനൊരു സാമൂഹിക ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്ന് വന്നു. അത് നോവലിലൂടെയോ കവിതയിലൂടെയോ കഥയിലൂടെയൊക്കെ പല രീതിയിലും വരുന്നുണ്ടാവും. അപ്പോൾ ഒരു എഴുത്തുകാരൻ, പ്രത്യേകിച്ചും അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതോടുകൂടി ആ ഉത്തരവാദിത്വം അയാളുടെ ചുമതലയാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് വായനക്കാരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. എൻ്റെ ചോദ്യം, റഫീഖ് കൃത്യമായൊരു രാഷ്ട്രീയ ബോധ്യമുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എന്ന നിലയ്ക്കല്ല ഞാൻ പറയുന്നത്, ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ട്, സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. ഒരു എഴുത്തുകാരൻ തീർച്ചയായിട്ടും അത് നിലനിർത്തുകയും ചെയ്യും.
ഈ കവിതയിൽ നിന്ന് എഴുതുന്നത് പോലെ അത്തരമൊരു ധർമ്മം ഈ പാട്ട് എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ആ അർത്ഥത്തിൽ എഴുത്തുകാരിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ് ഈ പാട്ടെഴുത്തെന്ന് പറയാൻ പറ്റുമോ? പാട്ടെഴുത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം ഈ പറഞ്ഞ പോലെ പാട്ടെഴുത്തിൻ്റെ പിന്നെ അതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു നിയന്ത്രണം എഴുത്തുകാരന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ പലതരത്തിലുള്ള ഇപ്പോൾ ക്യാബറ ഡാൻസിന് അങ്ങനത്തെ ഒരു സംഗതി ഒരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ എഴുതാതിരിക്കാം. പാട്ടെഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് അയാളുടെ ഒരു ജോലിയുടെ ഭാഗമാണത്. നമുക്ക് എഴുതാതിരിക്കാൻ വേണമെങ്കിൽ. പിന്നെ മാത്രമല്ല അതുപോലെ തന്നെ ഈ നമ്മുടെ പുതിയ ഈ സമൂഹത്തിൽ ഇപ്പോൾ പഴയ കാലത്തെ പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്ത്രീ ശരീര വർണ്ണന ഉണ്ടായിരിക്കാം, അതുപോലെ ഈ രതിയെ കുറിച്ചുള്ള അങ്ങനെ പുതിയ പാട്ടുകളിൽ വേറെ തരത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും കുറേ വ്യത്യാസങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ പാട്ടെഴുത്തിൽ ഇതേപോലെ ഉള്ള കാര്യങ്ങൾ ഈ പിന്നെ പുരുഷ നോട്ടങ്ങളുടെ വിഷയങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അത്രേ പറ്റുള്ളൂ അതിൽ. അല്ലാതെ മുഴുവൻ കാര്യങ്ങൾ കാരണം സിനിമയിൽ എന്താണ് ഉദ്ദേശിച്ചത്, സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് സിനിമ എടുക്കുന്ന ആളെന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള അധാർമികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള എഴുത്തുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് ഒരു ഭയങ്കര രസമുള്ളൊരു ഇത് കണ്ടിരുന്നു. ഒരു നടൻ ഒരു സ്ത്രീ കഥാപാത്രത്തോട് വളരെ പിന്നെ രൂക്ഷമായ രീതിയിൽ സംസാരിക്കുന്നു, ഒരു ആണത്തം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഡയലോഗ് പറഞ്ഞതിൻ്റെ പേരിൽ ആ നടനെ വിമർശിച്ചിട്ടുള്ള കുറേ സംഗതികളുണ്ട്. നടൻ അതിലെന്ത് ചെയ്യാൻ പറ്റും? അത് ആ സംവിധായകൻ ഉദ്ദേശിച്ച സിനിമയിലെ കഥാപാത്രമാണ് പറയുന്നത്, നടനല്ല പറയില്ല. അപ്പോൾ ആ കഥാപാത്രത്തിൽ ആവശ്യമാണ്. അത് സിനിമ മൊത്തം കണ്ടാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം മാത്രം അടർത്തെടുത്തിട്ട് അത് അയാളുടെ പിന്നെ വായിൽ നിന്ന് വരുന്നതാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നതൊക്കെ വളരെ വളരെ അപക്വമായ ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. എങ്കിൽ പോലും ഇപ്പോഴത്തെ സിനിമ പാട്ടുകളിൽ ഈ സ്ത്രീ വർണ്ണനകളും സ്ത്രീ ശരീരത്തെ ഒരു ഉപകരണം എന്ന നിലയ്ക്ക് കാണുന്നതും വളരെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കുറഞ്ഞിട്ടുണ്ട്, ആ രീതിയൊക്കെ മാറി. ഇത്തരത്തിലുള്ള സൗന്ദര്യം വർണ്ണിക്കുന്നതിൽ തെറ്റൊന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊരു ഉപഭോഗ വസ്തുവായിട്ട് സ്ത്രീയെ കാണുന്ന രീതിയിലുള്ള ഇപ്പോൾ ചോക്ലേറ്റ് പീസേ അല്ലെങ്കിൽ ഹലുവ കഷ്ണമേ എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. കുറേ അതൊന്നും നടപ്പില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും നമ്മുടെ മനസ്സിന് തീരെ ചേരുന്നില്ല എന്ന് വിചാരിച്ച് ഏതെങ്കിലും പാട്ട് സന്ദർഭത്തിൽ എഴുതാൻ പറ്റില്ലെന്ന് പറയുകയോ വിചാരിക്കുകയോ ചെയ്തിട്ടുണ്ട്? പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഒഴിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സമർത്ഥമായ രീതിയിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അവരെ വെറുപ്പിക്കാത്ത സ്കൂട്ടി പിന്നെ വരാമെന്നോ അല്ലെങ്കിൽ പിന്നെ എഴുതാമെന്നോ ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ പറഞ്ഞു. സംഗതി മനസ്സിലാക്കി കഴിഞ്ഞു. ചില സിനിമകളിലൊക്കെ നമുക്ക് പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ വിപണിക്കൊപ്പം എപ്പോഴും സഞ്ചരിക്കാൻ പറ്റിയെന്ന് വരില്ലേ നമുക്ക്? അല്ല, ഞാനൊന്നാമത് അങ്ങനെ എനിക്ക് നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പാട്ട് എഴുതി അങ്ങനെ ആ രംഗത്ത് വരണമെന്ന് ആഗ്രഹിച്ചു വന്ന ഒരാളല്ല. ഞാൻ അതിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ അത്ര വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ എഴുതാൻ അത്രേ ഉള്ളൂ. ഇപ്പോൾ എന്ത് കോംപ്രമൈസ് ചെയ്ത് എഴുതണം അങ്ങനെയൊന്നും ചെയ്യാൻ തയ്യാറുള്ള ആളല്ല. അപ്പോൾ ആരെങ്കിലും പാട്ടൊക്കെ ചോദിച്ചു വരുന്ന ആരെങ്കിലുമൊക്കെ തിരിച്ചു പിണക്കി വിടേണ്ടി വരാറുണ്ട്? പിണക്കി വിടാറില്ല, ഏകദേശം മനസ്സിലാവുമല്ലോ, തന്ത്രപൂർവ്വം അത് പറയാറുണ്ട്. പക്ഷേ ഏത് പാട്ടും എപ്പോഴും എഴുതി കൊടുക്കാനുള്ള ആളുകൾ നമ്മുടെ അവൈലബിൾ ആണ്. ക്ഷാമില്ല, ഇഷ്ടംപോലെ ഏത് രീതിയിൽ. മാത്രമല്ല അതിൻ്റെ ഒരു വലിയ പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല, ലിറിക്കിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അതൊന്നും ആരും അത്ര മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനല്ലെങ്കിൽ വേറെ ആൾ എഴുതിയാലും മതി എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ എഴുതണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ വന്നാൽ അത് അവർ എന്നെ മനസ്സിലാക്കിയിട്ട് വരുന്നവരായിരിക്കും. അതുകൊണ്ട് അവരായിട്ട് ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അതെ, നമ്മുടെ സിനിമാ ഗാനത്തിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ന കാലമുള്ളത് മുഴുവൻ നല്ല പാട്ടുകളും ഇപ്പോഴത്തെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഒരു കാലത്തിനനുസരിച്ച് അന്ന് ഒക്കെ നല്ലതായിരുന്നു, ഇപ്പോഴാണ് മോശമായതെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് കവിതയാണെങ്കിലും നോവലാണെങ്കിലും പാട്ടാണെങ്കിലും സിനിമയാണെങ്കിലും പഴയതായതുകൊണ്ട് മോശമോ നല്ലതോ ആയി എന്നുള്ളൂ, അല്ലെങ്കിൽ പുതിയതായതുകൊണ്ട് കുറേ കൂടി നല്ലതോ മോശമായി എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. നല്ലത് ചീത്താന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതും കുറേ ആത്മനിഷ്ഠം കൂടിയാണ്. പിന്നെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും സംഭവിച്ചിട്ടുള്ള പോലുള്ള പരിണാമം ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ പാട്ടിൻ്റെ പർപ്പസ് എന്തായിരുന്നു, അതല്ല ഇന്നത്തെ പർപ്പസ്. വളരെയധികം മാറിപ്പോയിട്ടുണ്ട്. പണ്ട് പിന്നെ പ്രണയരംഗങ്ങളിലൊക്കെ ഉള്ള പോലത്തെ രംഗങ്ങളൊന്നും അല്ല ഇന്ന് വരുന്നത്. എത്രയോ റീലുകളോളം ഒരു മുഖം തന്നെ നമ്മളിങ്ങനെ കാണുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്നും സാധ്യമല്ല. അപ്പോൾ പാട്ടുകൾ മാറി, സിനിമ പിന്നെ ഒരു കാലഘട്ടത്തിൽ സാഹിത്യകൃതികളൊക്കെ
ഉപജീവിച്ചുകൊണ്ടുള്ള സിനിമകളാണ് വന്നിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ദൃശ്യപരതയ്ക്ക് പ്രാധാന്യം വന്നിട്ടുള്ള ഒരു ദൃശ്യകലയാണ് സിനിമ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ വരുന്ന സിനിമകളാണ്. അപ്പോൾ പണ്ട് പലപ്പോഴും ഒരു പാട്ടിലൂടെ കഥ തന്നെ പറഞ്ഞു പോകുമായിരുന്നു, വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പാട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കഥാപാത്രത്തിൻ്റെ വളർച്ച കാണിക്കണമെങ്കിൽ വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു പാട്ടിലൂടെ അത് അവതരിപ്പിക്കാൻ പറ്റുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളും പാട്ടിലുണ്ട്. പാടെ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നും ഇല്ല സിനിമയ്ക്ക്. പാട്ട് ഇല്ല എന്നുള്ളത് ഒരു സിനിമയുടെ ഗുണമോ ദോഷമോ ഒന്നുമല്ല. പാട്ടിനെ എങ്ങനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ചിലപ്പോൾ പാട്ട് ഇപ്പോൾ എത്ര വലിയ ക്ലാസിക് ഫിലിമാണെങ്കിലും ഒരു പാട്ട് ചിലപ്പോൾ ആ സിനിമയ്ക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ സംവിധായകനും എടുക്കണമെങ്കിൽ പറ്റും. ചിലത് ഏച്ചു കിട്ടിയ പോലെ പാട്ടിന് വേണ്ടി പാട്ട് വെച്ച പോലെ ആവാനും പറ്റും. അതൊക്കെ ഇവരുടെ കഴിവ് പോലെ ഇരിക്കും. മലയാളിക്ക് ഒരു ആധുനിക പരിഷ്കൃത സമൂഹത്തിലെ മലയാളിക്ക് പാട്ട് എന്ന് പറയുന്നത് അങ്ങനെ പൊതുവായിട്ടുള്ള ഒരു ഇപ്പം മറ്റ് ഭാഷകളിലോ സംസ്കാരങ്ങളിലോ ഉള്ള പോലെ ഒരു സംഗീത രൂപം ഇല്ല. അതുകൊണ്ട് സിനിമയിലാണ് നോക്കിയിരുന്നത്. സിനിമയിൽ നിന്ന് വരുന്ന പാട്ട് മാത്രമാണ് മലയാളിയുടെ ആയത്. സമൂഹത്തിന് പാട്ടുകൾ വേണമല്ലോ, അത് എല്ലാ കാലത്തും വേണം, ഏത് സമൂഹത്തിനും വേണം, ഏത് രീതിയിൽ. അത് നമുക്ക് കിട്ടിയിരുന്നത്, നമുക്ക് ഇവിടെ പല സമുദായങ്ങളുടെ പാട്ടുകളുണ്ടായിരുന്നുള്ളൂ. വ്യത്യസ്ത സമുദായങ്ങളുടെ അവരുടെ അനുഷ്ഠാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൂ. പിന്നെ നാടൻ പാട്ട്, വടക്കൻ പാട്ടൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അതല്ലാതെ ഒരു ആധുനിക സമൂഹത്തിൻ്റെ പാട്ടുകൾ വരുന്നത് സിനിമയിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് സിനിമാ ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടായത്. പുതിയ കാലഘട്ടത്തിൽ അത് മാറി.